പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക്. ആഹാ, ഇത് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഈ സിനിമയൊക്കെ കാണാൻ പോകുമ്പോൾ തിയേറ്ററിൽ വരില്ലേ, ഈ എന്താ നമ്മുടെ നാടിന് എന്ത് സംഭവിക്കുന്നു? ചിലയിടങ്ങളിൽ നമ്പറുകൾ, ചിലയിടങ്ങളിൽ TV, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എന്തായാലും ഭയങ്കര സന്തോഷം. ഒരു കംപ്ലീറ്റ്ലി വേറൊരു മേക്ക് ഓവറിലാണ് സ്വർണ്ണവർഷം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും സന്തോഷിക്കുന്ന ഒരാൾ ഞാൻ തന്നെയാണ്. കാരണം ഇതിൻ്റെ തുടക്കം മുതലേ എനിക്കറിയാം നമ്മൾ എങ്ങനെ തുടങ്ങിയതാണെന്ന്. അപ്പോൾ ഇത് ഇത്രയും ഭംഗിയായ രീതിയിൽ എനിക്ക് തോന്നുന്നു എല്ലാം പോത്തീസ് സ്വർണ്ണമഹലിൻ്റെ ഒരു മറിമായം എന്ന് തന്നെ പറയാം. പിന്നെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന സന്തോഷം. 1-2 ഞായറാഴ്ചകൾ ഞങ്ങളെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. ചേച്ചിയെ ഇല്ലേ, സ്വർണ്ണവർഷം ഇപ്പോൾ വരാറില്ലേ, എന്താ നിർത്തിയെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ആ ഒരു സ്നേഹം തന്നെയാണ് ഞങ്ങളെ ഒരു ചെറിയൊരു സെറ്റപ്പിൽ നിന്നും ഇപ്പോൾ ഇതാ നല്ല വലിയ രീതിയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി ലവ്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല മാറ്റങ്ങളുമായിട്ട് ഞങ്ങൾ വരും. പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഫോൺ വിളിച്ച് മാത്രമല്ല നിങ്ങൾക്ക് സ്വർണം കിട്ടാനുള്ള സാധ്യത. നിങ്ങൾക്ക് വാട്സാപ്പ് വഴിയും ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കുന്ന നമ്പർ അറിയാലോ, 8086011443. നോട്ട് ചെയ്തിട്ടുണ്ടോ? കുറച്ച് പെട്ടെന്നായിരുന്നു, ഒന്നുകൂടെ പറയാം. 8086011443. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു തവണ മാത്രം ഈ കാണുന്ന നമ്പറുകളിൽ നിന്നും നിങ്ങൾക്ക് തോന്നുവാണ് ഏതെങ്കിലും ഒരു നമ്പറിൽ സ്വർണ്ണം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ അത് ആ നമ്പർ പറഞ്ഞ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ചുമ്മാ ഇരുന്ന് അങ്ങ് കുത്തിക്കൊണ്ടിരിക്കരുത്. ഒരു പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കുക, പിന്നെ അതങ്ങ് വിടുക. 11:45 വരെ ഞങ്ങൾ നോക്കും. 11:45 ശേഷം നമ്മുടെ പ്രൊഡ്യൂസർ ഇരുന്ന് അതിനെല്ലാം ഒന്ന് താരതമ്യപ്പെടുത്തി ആദ്യം വന്നത് ഏതാണ് എന്ന് നോക്കിയിട്ട് നമ്മൾ ആ നമ്പർ എന്താണെന്ന് നമ്മൾ പറയും. ഓക്കെ, ഏത് നമ്പറിലായിരുന്നു, ആ നമ്പർ ആരാണ് അയച്ചത് എന്നുള്ളത് നോക്കിയിട്ട് ആ ആളെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും കൂടെ അയയ്ക്കുക. ഓക്കെ, കാരണം ഈ സ്വർണം അയക്കണ്ടേ നമുക്ക് അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഏത് സ്ഥലത്തു നിന്നാണ് ആരാണ് അയക്കുന്നത് എന്നും കൂടെ നിങ്ങൾ പറയുക. സോ നിങ്ങളുടെ പേര്, സ്ഥലം, ഏത് നമ്പറാണ്, ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ അയക്കുക. 8086011443. ഒറ്റ തവണ മാത്രമേ അയക്കാവൂ. 11:45 വരെ മാത്രമേ അയക്കാവൂ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും നമ്മൾ തുടങ്ങുന്നു പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൻ്റെ ഇന്നത്തെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ആദ്യത്തെ കോളർ റെഡിയാണെന്ന് തോന്നുന്നു. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കണേ? ഷൈനി. ഷൈനിയുടെ സൗണ്ടിനൊരു ഷൈൻ ഇല്ലല്ലോ. എന്താണ് ഇങ്ങനെ പതുക്കെ പതുക്കെ സംസാരിക്കുന്നത്? ജലദോഷം, ശബ്ദം. ഓ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ജലദോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫ്ലൂവിന്റെ സീസൺ ആണ് ഷൈനി, അതുകൊണ്ടായിരിക്കും കേട്ടോ. ആ ശരി ഷൈനി, എവിടുന്നാ വിളിക്കണേ ഷൈനി? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയും പപ്പയും. അമ്മയും പപ്പയും, പിന്നെ അനുജത്തിയും ഉണ്ട്. എങ്ങനെയുണ്ട് ഷൈനി? ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ പുതിയ സ്റ്റുഡിയോ ഒക്കെ? ഇഷ്ടപ്പെട്ടോ? ഓഹോ, എന്തൊരു സൗണ്ട് അത്. ഓ, പുതിയതൊക്കെ ഇഷ്ടപ്പെട്ടു. ഇല്ല, വെറുതെ പറഞ്ഞേ ഷൈനി. നമുക്ക് കോൾഡ് വന്നാലേ നമുക്കൊന്നും പറയാൻ തോന്നത്തില്ല, എനിക്കത് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഷൈനി, ഒരു സ്വരം അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോഴും ഇതേ സ്വരം തന്നെ, ഇതേ കോൾഡ് തന്നെ അപ്പോഴും കാണണം കേട്ടോ. ശരി, നമ്പർ പറഞ്ഞോളൂ. ഷൈനിക്ക് ഇഷ്ടമുള്ള നമ്പർ പറഞ്ഞോളൂ. 11 മുതൽ 70 വരെ ഉണ്ട്. ഏതാ? എന്താ? 65 ഷൈനി പഠിക്കുന്നത്. ഏറ്റവും സന്തോഷം എന്താണെന്ന് അറിയോ? എനിക്കിങ്ങനെ 65 എവിടെയും നോക്കി നടക്കട്ടെ. ഇത് കറക്റ്റ് ഓർഡറിലായതുകൊണ്ട് 65 മനസ്സിലായി ഷൈനി. താങ്ക് യു സോ മച്ച്. അപ്പൊ 65 ഷൈനി പറഞ്ഞിരിക്കുന്നത്. 65-ന്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ നോക്കാം ഷൈനി.
ആദ്യത്തെ കോളറാണ്. സ്വർണ്ണം ഉണ്ടാവോ? അയ്യോ, ഊപ്സ് എന്ന് പറഞ്ഞിട്ടിരിക്കണോ എന്ന് വെച്ചാൽ സോറി ഇല്ലാന്ന് കേട്ടോ അർത്ഥം. സോറി ഷൈനി. ഓ എന്ത് കഷ്ടല്ലേ. ഒന്നാമതേ കോൾഡും പിടിച്ചിരിക്കുന്നു, അതിന്റെ കൂടെ സ്വർണവും ഇല്ല. സാറില്ലേ ഷൈനി, വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്, ബൈ ബൈ. ഓ സത്യമായിട്ടും ഞാൻ പറഞ്ഞേ, എല്ലായിടത്തും ഇപ്പോൾ കോൾഡിൻ്റെ ഒരു ഇതാണ്. എല്ലാവരും കയ്യിലൊരു ടിഷ്യൂം കൊണ്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. ഇപ്പോൾ ഫ്ലൂവിൻ്റെ ഇഞ്ചെക്ഷൻസോ വാക്സിനേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ എടുപ്പിക്കുക. ഓക്കെ, അതൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത കോളർ റെഡിയാണ്. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഹലോ ഹലോ, പേര് പറയൂ. പുഷ്പ. പുഷ്പ എവിടുന്നാ വിളിക്കുന്നത്? പുഷ്പ കുണ്ടായിത്തോട്. ആഹാ, എന്താ ചെയ്യുന്നേ പുഷ്പ? ഞാൻ ടൈലറാ. ടൈലറാണ്. ആഹാ, കൊള്ളാലോ. നല്ല ഇതല്ലോ ജോലിയാണല്ലോ, നല്ല കച്ചവടമുള്ള ജോലിയാണല്ലോ അല്ലേ? അതെ. എന്തൊക്കെയാ? എല്ലാം ഗൗണ്, ബ്ലൗസ്, ചുരിദാർസ് എല്ലാം തയ്ക്കോ? എല്ലാം തയ്ക്കും. ഇപ്പൊ പുതിയ പുതിയ മോഡലും പുതിയ ഫാഷനും അല്ലേ? ലേറ്റസ്റ്റ് ട്രെൻഡ് ഒക്കെ അറിയുന്ന ആളായിരിക്കും അല്ലേ? അതാണ്. ഓക്കെ, അപ്പൊ പുഷ്പ ചേച്ചി വീട്ടിലായിരിക്കുന്നുണ്ട്? വീട്ടിലെ ഹസ്ബൻഡും 2 മക്കളും. ആഹാ, പെൺകുട്ടികളാണോ? 2 ആൺകുട്ടികള്. 2 ആൺകുട്ടികളോ? അയ്യോ, അപ്പൊ അവർക്ക് എന്താ തയ്ച്ചു കൊടുക്ക? ഷർട്ടും പാന്റും അല്ലേ? അത് വയ്ക്കൂല. ഓക്കെ, എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ കല്ല് കൊടുക്കില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. 2 പെൺപിള്ളേരാണെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ചിടിക്കാമായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ചേച്ചി നമുക്ക് ഇന്ന് സ്വരത്തിലേക്ക് കടക്കാം. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞാട്ടെ. 12. ഓക്കെ, ഇതായിരിക്കുന്നു 12. 12ന്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ചേച്ചി ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ഇല്ല, മോൻ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ തുറക്കാൻ പോവാൻ, നോക്കിക്കോളൂ. അയ്യോ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അടുത്ത പ്രാവശ്യം ശ്രമിച്ചു നോക്കൂ, ഭാഗ്യമുണ്ടാവട്ടെ എന്നാണ് പറയുന്നത്. സ്വർണ്ണ ഇല്ലേ ചേച്ചി? സോറി ട്ടോ. സാരില്ല. അപ്പൊ വീണ്ടും വിളിക്കോ? വിളിക്കും. ടാറ്റാ. ഓക്കെ, സത്യം കേട്ടോ. ശരിക്കും നമുക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള ആൾക്കാരാണ് ഈ ടൈലേഴ്സ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് എന്ത് പുതിയ ഫാഷൻ ഉണ്ടെങ്കിലും അത് നമ്മൾ പോയി പറയാനും, നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം. വെറുതെ പറയുന്നത് മാത്രം ചെയ്യുന്നല്ല, ഒരു അല്പം ബുദ്ധിയും കൂടെ ഉള്ള ആൾക്കാരായിരിക്കണം. അപ്പോൾ എന്തായാലും ചേച്ചി വീണ്ടും വിളിക്കുക. അടുത്ത കോളർ റെഡിയാണ്. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ജയന്തി. എവിടുന്നാ വിളിക്കണേ ജയന്തി? പാലക്കാട്. എങ്ങനെയാ, മഴയുണ്ടോ ഇപ്പോ അതോ ചൂടാണോ? ഇപ്പൊ അത്ര മഴയില്ല. അപ്പൊ ചൂടുണ്ടോ? ഇല്ല, ചൂടുമില്ല മഴയില്ല, നല്ല കാലാവസ്ഥ അല്ലേ? ഇവിടെ നല്ല ചൂടാട്ടോ. അതെ. ചേച്ചി തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ശരി, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. നമ്പർ 50 ആണ് പറഞ്ഞിരിക്കുന്ന നമ്പർ. അങ്ങേയറ്റം ഇരിക്കുന്നു. എന്താണ് ഈ 50? ആരാ പറഞ്ഞതെന്ന് ചേച്ചി? ഞാൻ തന്നെ പറഞ്ഞതാണോ? അത് ശരി. വേറെ ആരും അവിടെ സഹായിക്കാനില്ല? അപ്പൊ ഇതില് സ്വർണ്ണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വന്തമായിട്ട് കുറ്റം പറയാ. ഓക്കെ, 50 ഞാൻ തുറക്കാൻ പോവാ, നോക്കിക്കോളൂ. അയ്യോ, ഉപ്സ് എന്നാണ് പറഞ്ഞേക്കണേ. സോറി, സ്വർണ്ണം ഇല്ല. ജയന്തി ചേച്ചി, ഇതാണ് പറയണേ. നമ്മൾ എപ്പോഴും ആരുടെങ്കിലും അടുത്ത് നമ്പർ ഒന്ന് ചോദിക്കണം. അപ്പൊ ഇല്ലെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ ഒരാളുണ്ടല്ലോ. ആരെങ്കിലും കുറ്റം പറയാം. എനിക്ക് 2 കുട്ടികള്, 2 ആൺകുട്ടികള്, 2ഉമാണ്. ഓക്കെ ചേച്ചി, അപ്പൊ താങ്ക് യു സോ മച്ച്. പിന്നീട് വിളിക്കാം. ബൈ. ശരിയാണ്, 2ാമത്തേത് പെൺകുഞ്ഞാവും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷെ 2 ആൺകുട്ടികളും 2 ആൺകുട്ടികളുടെ അമ്മയാണ് ഞാൻ. നല്ല സ്റ്റാമിന വേണം എനിക്ക് എന്നായിരിക്കും ചേച്ചിയെ പോലിരിക്കുന്നത്. 2 ആൺപിള്ളേരാണ്, എങ്ങനെ വളർത്തിക്കൊണ്ട് വരും ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെല്ലാം നമ്മുടെ അടുത്ത കോളർ ഉണ്ട്. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ. രഞ്ജിത. രഞ്ജിത ആണോ? അതെ.
ആ രഞ്ജിത എവിടെന്നാ വിളിക്കണേ? എറണാകുളം. എറണാകുളത്ത് എവിടെയാ രഞ്ജിത? വൈപ്പിൻ. ആഹാ, എല്ലാത്തിനും കറക്റ്റ് ഉത്തരാണല്ലോ. ശരി, രഞ്ജിത എന്താ ചെയ്യണേ? ഞാൻ ഹൗസ് വൈഫാണ്. ആഹാ, പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മക്കളൊക്കെ ഉണ്ടോ? അതോ വീട്ടില് ഹസ്ബൻഡ്, 2 കുട്ടികള്, ഹസ്ബൻഡിന്റെ അമ്മ. അത് ശരി, ഓക്കെ. എങ്ങനെയാ ഹസ്ബൻഡിന്റെ അമ്മ നല്ല സപ്പോർട്ടീവ് ആണോ അതോ ആണോ? സപ്പോർട്ടീവാണ്. സപ്പോർട്ടീവ് ആണ് അല്ലേ? അമ്മ കൂടെ ഉണ്ടോ? ആ, കൂടെ ഉണ്ട്. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ? വെറുതെ പറഞ്ഞതാട്ടോ ദൈവമേ, ഞാനായിട്ട് ഒരു അടി ഉണ്ടാക്കണ്ടല്ലോ. ശരി, വെറുതെ പറഞ്ഞാട്ടോ. ഓക്കെ, ശരി. അപ്പൊ എന്താണ് മക്കൾ? ഏതാ, പെൺകുട്ടികളോ ആൺകുട്ടികളോ? 2 പെൺകുട്ടികള്. 2 പെൺകുട്ടികളായി, നല്ല കാര്യം. ഓക്കെ, അപ്പൊ ശരി, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. സ്വർണം കിട്ടിയാൽ നല്ലതല്ലേ? രണ്ടുപേരും നമ്മൾ അടിയാവോ? ആർക്ക് കൊടുക്കും? അതൊക്കെ മാനേജ് ചെയ്യാം അല്ലേ? 22. ഓക്കെ, 22 ആണ്. ഇതാണ് 22. 22-ൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പോത്തി സ്വർണ്ണമഹൽ വന്ന് 22-ൽ സ്വർണം വെച്ചിട്ട് പോയിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, 22-ന്റെ ഉള്ളിൽ, അയ്യോ അതിൻ്റെ ഉള്ളിൽ സ്വർണ്ണം ഇല്ല എന്നാ പറയണേ. സോറി ട്ടോ രഞ്ജിത, എന്നോട് ദേഷ്യായോ? ഹലോ ആ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. ആ, എന്താണ് രഞ്ജിത, എന്തൊക്കെയാണ് ചെയ്യാറ്? ഹോബീസ് എന്തൊക്കെയാ? കുക്കിംഗ് ആണോ? കുക്കിംഗ് ആണ്. കുക്കിംഗ്. എന്താണ് സ്പെഷ്യാലിറ്റി? രഞ്ജിത സ്പെഷ്യൽ എന്താണ് പറയൂ. ചിക്കൻ കറി. ചിക്കൻ കറിയാണല്ലേ? അപ്പൊ ഇന്ന് ഞായറാഴ്ചയായിട്ട് ചിക്കൻ കറിയാണോ? നല്ല കോഴീന്റെ മണം വരുന്നുണ്ട് ഇവിടെ, വെച്ച കോഴീന്റെ മണം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് രഞ്ജിത. ബൈ. നല്ല വെച്ച കോഴീന്റെ മണം. എന്താ അല്ലേ? ചില മലയാള സിനിമകളിലെ ഡയലോഗ് അങ്ങനെ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ അങ്ങ് നിൽക്കും. അതാണ് ഭയങ്കര സന്തോഷം തോന്നും. ഇപ്പോഴാണ് കോഴിക്കറി വെക്കുന്ന പറയുമ്പോൾ ഇപ്പൊ നമുക്ക് രേവതിയുടെ കിലിക്കത്ര ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അനിൽകുമാർ. ആ, എവിടുന്നാ വിളിക്കുന്നേ അനിൽകുമാർ? ട്രിവാൻഡ്രം പേയാട്. ആഹാ, ഓക്കെ. എന്താ ചെയ്യുന്നു? ഞാൻ എക്സ് സർവീസ്മാൻ ആണ്. ഓ, എക്സ് സർവീസ് ആണ്. സാർ ഇതിന് മുമ്പ് വിളിച്ചിട്ടുണ്ടോ? മുമ്പേ 3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, സ്വർണം കിട്ടിയിട്ടില്ല. അയ്യോ, കഷ്ടായില്ലോ. അപ്പൊ ഇത്തവണ വിളിച്ച് സ്വർണം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അല്ലേ? പ്രതീക്ഷയാണല്ലോ വരുന്നത് നമുക്ക്. പിന്നെ പ്രതീക്ഷ, അതാണല്ലോ എല്ലാം. സാർ കണ്ടില്ലേ, നമുക്കിപ്പോ എല്ലാം പുതിയ സെറ്റാണ്. അപ്പുറത്ത് നല്ല രീതിയിൽ LED TVയും പിന്നെ ഇപ്പുറത്ത് നമ്പേഴ്സും എല്ലാം ഭയങ്കര ഒരു പുതിയൊരു സെറ്റപ്പായി. അപ്പൊ ഒരു പുതിയൊരു പ്രതീക്ഷ അല്ലേ? പുതിയ പ്രതീക്ഷ. ആ പുതിയ പ്രതീക്ഷയിൽ നമുക്ക് ആരംഭിക്കാം. സാറിനോട് ഒരുപാട് ബഹുമാനം. ഏതൊരു എക്സ് മിലിറ്ററി സർവീസ്മാനെ കണ്ടാലും നമുക്ക് ഒരു രോമാഞ്ചം ഉണ്ടാവും. അത്രയ്ക്ക് ഒരു ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്, ഒരു അഭിമാനം എന്നൊക്കെ തോന്നും. സോ ഞങ്ങളുടെ പരിപാടിയിലേക്ക് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞട്ടെ. 55 ആണ് അനിൽകുമാർ സർ പറഞ്ഞിരിക്കുന്നത്. 55-നുള്ളിൽ സ്വർണം ഉണ്ടാവുമോ? നമ്മുടെ ഈ എക്സ് മിലിറ്ററി സർവീസ് മാന് കൊടുക്കാൻ നമ്മുടെ ഒരു സ്വർണം ഉണ്ടാവുമോ നമുക്ക് നോക്കാം. 55 ഞാൻ തുറക്കാൻ പോവാണ് സാറേ, നോക്കിക്കോളൂ. അയ്യോ, സ്വർണം ഇല്ലല്ലോ. ശരിക്കും കേട്ടോ, എനിക്ക് സാറിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ 3 തവണ വിളിച്ചിട്ട് സ്വർണം കിട്ടിയിട്ടില്ല, വീണ്ടും വിളിക്കും എന്ന് തന്നെ പറയുന്നു. ശരിക്കും അത് ഭയങ്കര ഡിറ്റർമിനേഷൻ ആണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, വീണ്ടും വിളിക്കാം. താങ്ക് യു. ശരിക്കും എനിക്കറിയില്ല, അത് ആ ഒരു മിലിറ്ററി ഇതിൽ നിന്നും വരുന്നതാണ്. കാരണം ഏത് പ്രതിസന്ധിയും അതിജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മേഖലയാണ് ഈ മിലിറ്ററി മേഖല എന്ന് പറയുന്നത്. ഇനി അതിൽ നിന്ന് വരുന്നതാണോ ആ ഒരു ഡിറ്റർമിനേഷൻ എന്ന് എനിക്കറിയില്ല. എത്ര സുന്ദരമായിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നോക്കാം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത കോളർ റെഡിയാണ്. ആരാണ് നോക്കാം. ഹലോ ചേച്ചി, ഓർമ്മയുണ്ടോ? പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം ധനലക്ഷ്മി. എന്തൊക്കെയുണ്ട്? അങ്ങനെ കണ്ടില്ലേ, ഞങ്ങൾ പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും തിരിച്ചെത്തി കഴിഞ്ഞു. അതെ. ഇപ്പൊ കുറച്ചും കൂടെ ഇങ്ങനെ തപ്പി നടക്കണ്ട, പെട്ടെന്ന് കാണാം. അതാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സൗകര്യമായി, ഒരുപാട് സന്തോഷമുണ്ട് പോത്തി സ്വർണ്ണമഹൽക്കാരോട്. ഓക്കെ, അപ്പൊ ധനലക്ഷ്മി നമ്മുടെ പുതിയ ഒരു സെറ്റപ്പില് ധനലക്ഷ്മിക്ക് ഒരു സ്വർണം കിട്ടട്ടെ. നമ്പർ പറഞ്ഞു, ധൈര്യമായിട്ട് 21. ഓക്കെ, ഓം ക്രീം 21 സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ദൈവം എങ്ങനെ സ്വർണ്ണം ഉണ്ടെങ്കിൽ എല്ലാവരും പറയും ദീപ എന്തോ ഓം ക്രീം പറഞ്ഞ് എന്തോ സംഭവം ചെയ്തിട്ടാണെന്ന് പറയും. 21 തുറന്നു നോക്കാൻ പോവാണ്. ധനലക്ഷ്മി നോക്കിക്കോളൂ. അയ്യോ, അവര് സോറി പറയുന്നുണ്ട്. എന്താ ചേച്ചി? എനിക്കറിയില്ല എന്റെ കുട്ടിയെ. സോറി ധനലക്ഷ്മി.
ഞങ്ങൾക്ക് നമ്മുടെ കുടുംബക്കാർക്ക് അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് ഒന്നും കൊടുക്കൂല, വിളിച്ച് നമ്മൾ ചുമ്മാ സംസാരിക്കും. അതേപോലെയാണ് ധനലക്ഷ്മി കേട്ടോ. ഓക്കെ, എന്തായാലും ഇനിയും വിളിക്കും. അതെ, വീണ്ടും വിളിക്കാം. ഓക്കെ, കുടുംബക്കാരായിട്ട് ഇനിയും കിട്ടിയാലോ. പിന്നെ അതാണ്. ടാറ്റാ ബൈ. ഓക്കെ, ടാറ്റാ ബൈ ബൈ. ശരി കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ പരിപാടി കാണാത്തപ്പോൾ മെസ്സേജ് അയക്കാറുണ്ട് കുറേ പേര്. അതിലൊരാളാണ് ധനലക്ഷ്മി കേട്ടോ. ധനലക്ഷ്മി ശരിക്കും കുടുംബത്തിലെ ഒരാളെ പോലെയാണ്. നമ്മുടെ സ്വർണ്ണമഹൽ കുടുംബത്തിലെ നമ്മുടെ സ്വർണ്ണവർഷം കുടുംബത്തിലെ ഒരാളെ പോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത കോളർ. ഹലോ ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഹലോ, അനീഷ്. അനീഷ് എവിടുന്നാ വിളിക്കണേ? ഞാൻ കുന്നംകുളം. കുന്നംകുളത്തുനിന്നാണല്ലേ. എന്താ ചെയ്യണേ അനീഷ്? എന്ത് ചെയ്യണു? ഞാന് ജോബ് ചെയ്യുന്നു. ജോലി ചെയ്യാണ്. ശരി, ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യാണ് അല്ലേ. ഓക്കെ അനീഷ്, ഞായറാഴ്ച ആയിട്ട് എന്താ പരിപാടി? ഞായറാഴ്ച ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാണ്. അടിച്ചു പൊളിക്കാനുള്ള സ്വർണം നപ്പി നടക്കാണ് അല്ലേ. ഓക്കെ അനീഷ്, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. നമ്പർ 30. ഓക്കെ, അനീഷ് പറഞ്ഞിരിക്കുന്ന നമ്പർ 30 ആണ്. 30ന്റെ ഉള്ളിൽ സ്വർണം ഉണ്ടോ നോക്കാം. എന്റെ അനീഷ, ഇത്രയും നേരമായിട്ട് നമുക്ക് ഇന്നൊരു സ്വർണം പോയിട്ടില്ല. അനീഷിനായിരിക്കും ആദ്യത്തെ സ്വർണം. നോക്കാം, നമുക്ക് 30നുള്ളിൽ സ്വർണം ഉണ്ടോ നോക്കാം. നോക്കിക്കോളാം. അയ്യോ, 30നുള്ളിൽ സ്വർണം ഇല്ലല്ലോ അനീഷ്. സാരില്ല, വീണ്ടും വിളിക്കോ? പക്ഷെ അടുത്ത പ്രാവശ്യം ടിവിയുടെ വോളിയം കുറയ്ക്കണം കേട്ടോ. താങ്ക് യു. ശരിയാണ്, ഞാൻ ആ കാര്യം പറയാൻ വിട്ടുപോയി. ടെലിവിഷന്റെ വോളിയം കുറയ്ക്കണമെന്ന് പറയാൻ വിട്ടു. എന്റെ വോളിയം നല്ല കൂട്ടി വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത കോളർ റെഡിയാണ്. ആരാന്ന് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ശശി. ഷെഫീഖ് അല്ലേ? അതെ. ഷെഫീഖ് ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ഇത് ആദ്യമായിട്ട് വിളിച്ച് കിട്ടാണ്. എന്ത് തോന്നുന്നു? അതാണ്. ഇന്ന് ആദ്യമായിട്ടാണ് പരിപാടി കാണുന്നത്? അടിപൊളി. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ ഷെഫീഖ് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് പുതിയ പുതിയ ആൾക്കാരെ വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ഷെഫീഖ്. 61 പറഞ്ഞിരിക്കുന്നത്. 61 നമ്മുടെ ഷെഫീഖ് പറഞ്ഞിരിക്കുന്ന 61ൽ സ്വർണ്ണമുണ്ടോ നോക്കാം. ഷെഫീഖെ തുറന്നു നോക്കട്ടെ. എന്താണ് ഷെഫീഖിന് തോന്നുന്നത്? ഉണ്ടോ ഇല്ലേ? ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ അല്ലേ. ശരി, 61 ഞാൻ തുറക്കാൻ പോവാൻ. അയ്യോ, പ്രതീക്ഷകളെല്ലാം തെറ്റിയല്ലോ ഷെഫീഖെ. സാരില്ല, എങ്കിലും പ്രതീക്ഷ കൈവിടരുത് കേട്ടോ. തുടങ്ങിയിട്ടുള്ളൂ അല്ലേ പ്രതീക്ഷിക്കാൻ? ശരി. അപ്പൊ ധൈര്യമായിട്ട് പ്രതീക്ഷിച്ചോളൂ. അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സാധനം ഇതിലേക്കാണ് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇത് കയറ്റി വെച്ചിട്ട് വരാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. എല്ലാ പ്രിയപ്പെട്ട ACV പ്രേക്ഷകർക്കും സ്വാഗതം പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിന് ഒരു പുതിയ രൂപവും പുതിയ ഭാവവുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ആദ്യം മുതലേ കാണുന്ന ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ പ്രേക്ഷകരിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിറയെ വ്യത്യാസങ്ങൾ നമ്മുടെ ഈ ഫ്ലോറിലും സ്റ്റുഡിയോയിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇന്നത്തെ നമ്മുടെ എനിക്കിത് രണ്ടാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സ്നേഹത്തിന് നന്ദി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം 12:45, അത് 12 തൊട്ട് 1 മണി വരെയാണ് നമ്മുടെ പരിപാടി. അപ്പോൾ 12:45 വരെ ആയിരിക്കും ഞങ്ങൾ വാട്സാപ്പിലൂടെ മെസ്സേജുകൾ സ്വീകരിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. എന്താ അയക്കേണ്ടത്? നിങ്ങൾക്ക് ഏത് നമ്പറിലാണോ സ്വർണം ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയ നമ്പർ എന്താണോ അത് മെസ്സേജ് ചെയ്യുക. പ്ലസ് നിങ്ങളുടെ പേര്, സ്ഥലം അത് ഉറപ്പായിട്ടും മറക്കാതെ അയക്കുക. ഓക്കെ, അപ്പോൾ 12:45 വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. നമ്മുടെ ഈ ബ്രേക്കിന് ശേഷമുള്ള ആദ്യത്തെ കോളർ റെഡിയാണ്. ഹലോ 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 പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഗോപകുമാർ. 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 എവിടുന്നാ വിളിക്കണേ ഗോപകുമാർ? കൊല്ലം. കൊല്ലത്തുനിന്ന് വിളിക്കണേ അല്ലേ? ഓക്കെ, ശരി. ഗോപകുമാർ എന്താ ചെയ്യുന്നു? ലോട്ടറി കച്ചവടം. ലോട്ടറി കച്ചവടമാണോ? സ്വന്തമായിട്ട് എപ്പോഴെങ്കിലും ലോട്ടറി എടുത്തിട്ടുണ്ടോ? സ്വന്തമായിട്ട് 5000 രൂപ അടിച്ചിട്ടുണ്ട്. 5000 രൂപ എടുത്തിട്ട് അടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ട്. ഇതെന്ത് കഷ്ടം. 5000. ഞങ്ങള് സാധാരണക്കാരെടുക്കുമ്പോ ഒന്നും നമുക്ക് കിട്ടാറൊന്നുമില്ല. നിങ്ങൾ ലോട്ടറി കച്ചവടക്കാരെടുക്കുമ്പോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതെങ്ങനെ സമ്മാനമൊക്കെ ഉണ്ട്. എന്താണ്? ഇതിന്റെ ഒരു രഹസ്യം ഞങ്ങൾക്ക് പറഞ്ഞു. ശരി, ഓക്കെ. അപ്പൊ ഭാഗ്യമുള്ള ആളാണ് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ സ്വർണം ചേട്ടനാണോ നമുക്ക് നോക്കാം. ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. നമ്പർ 37. ഏതാ? 37 ആണ് പറഞ്ഞിരിക്കുന്ന നമ്പർ. ഓക്കെ, ഞാൻ വിചാരിച്ച അവസാനം ചേട്ടൻ പറയും എനിക്ക് അങ്ങനെയൊന്നുമില്ല, ദീപയ്ക്ക് ഇഷ്ടമുള്ളത് എടുത്തോന്ന് പറയുന്നത് വെച്ച്. ശരി, 37 ഞാൻ തുറക്കാൻ പോവാണ്. നമ്മുടെ ഗോപകുമാർ ചേട്ടന് ലോട്ടറി എടുക്കുന്ന അതേ കൈകളിലൂടെ, ലോട്ടറി വിൽക്കുന്ന അതേ കൈകളിലൂടെ, അതേ കൈകളല്ല എൻ്റെ കൈകളാണ് എങ്കിലും അതേ മനസ്സോടെ 37 ഞാൻ തുറക്കാൻ പോവാണ്. അയ്യോ, ഇന്ന് ഭാഗ്യമില്ലല്ലോ ചേട്ടാ. സാരില്ല. വിളിച്ചപ്പോ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യ. ചേട്ടൻ നല്ല ഭാഗ്യമുള്ള ആളാട്ടോ. ലോട്ടറി അടിക്കാറുണ്ട്, വിളിച്ച ഉടനെ കിട്ടി. ഇനി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ സ്വർണം കിട്ടിക്കോളും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ. ഓക്കെ, അപ്പോൾ നമ്മളെ വിളിച്ചത് ഗോപകുമാർ ചേട്ടനാണ്. ലോട്ടറി വിൽക്കുന്ന ആളാണ്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ലോട്ടറി എടുക്കണോ. എടുത്തും നോക്കിയിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ ആരെയും എനിക്ക് അറിയില്ല. അത് നമുക്കൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് നെറ്റ്വർക്ക് ഉണ്ടല്ലോ, അതിൽ ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇത് ആർക്കാ പിന്നെ കിട്ടണമെന്ന് ഓർക്കാറുണ്ട്. അതിൽ കിട്ടിയ ഒരാളെ ഞാൻ ഇപ്പോൾ സംസാരിച്ചു. ഓക്കെ, നമ്മുടെ അടുത്ത കോളർ റെഡിയാണ്. ആരാണ് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ആർച്ച. ആർച്ച. എവിടുന്നാ വിളിക്കണേ? തിരുവനന്തപുരത്ത് എവിടാ മോളെ? പൂജപ്പുരയാണ്. ആർച്ച എന്ത് ചെയ്യുന്നു? 7 പഠിക്കുന്നു. 7 പഠിക്കുക. ഓക്കെ, എങ്ങനെയുണ്ട് സ്കൂളൊക്കെ തുറന്നിട്ട്? കൊള്ളാം. ഇഷ്ടപ്പെട്ടു? പോവാൻ മടിയുണ്ടോ സ്കൂളില്? ഇല്ല. രാവിലെ നല്ല ചിട്ടയായിട്ട് എണീറ്റ് പോയിക്കോളും. അതെനിക്ക് അമ്മയോടൊന്ന് ചോദിക്കണമല്ലോ. ഓക്കെ, ആർച്ച ഞാൻ ചെമ്മ പറയണതാ കേട്ടോ. ഓക്കെ, അപ്പൊ ആർച്ച ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. 35. ഓക്കെ, ആർച്ചക്കുട്ടി എങ്ങനെയാ പാട്ട് പാടുവോ? ഇല്ല. അയ്യോ, അപ്പൊ ഞങ്ങക്ക് ഇവിടെ ഇങ്ങനെ ഒരു വാർത്തയിൽ വന്നല്ലോ ആർച്ച പാട്ട് പാടുന്ന. തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ നിന്നുള്ള ഒരു ആർച്ചക്കുട്ടി പാട്ട് പാടുന്ന ഞങ്ങക്ക് ഇപ്പൊ വാർത്ത വന്നല്ലോ. ഞാൻ പാടും. ഇപ്പൊ വേറെ ഏതെങ്കിലും ആർച്ചയായിരിക്കും. ശരി, അപ്പൊ 35 തുറക്കുക. 35 അല്ലേ പറഞ്ഞേ? ശരി, ഞാൻ തുറക്കാൻ പോവാണേ. നോക്കിക്കോളൂ. 35 സ്വർണ്ണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പാട്ട് പാടി തരണേ. 35 സ്വർണ്ണം ഇല്ല. അതാണ്. അപ്പൊ ആ വിഷമത്തിൽ നമുക്കൊരു പാട്ട് പാടിയാലോ? ശരി, സാരില്ല. അടുത്ത പ്രാവശ്യം പാട്ടൊക്കെ ഒന്ന് പഠിച്ചിട്ട് വിളിക്കൂ കേട്ടോ. ഓക്കെ ആർച്ച, താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. നല്ല രസമല്ലേ കുട്ടികളോട് സംസാരിക്കാൻ? എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ.
അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ ഈ മഴയും വെയിലും എല്ലാത്തിൻ്റെ ഇടയിലാണ് സ്കൂളിൽ പോകുന്നത്. ചില ദിവസം മഴയുണ്ട്, ചില ദിവസം വെയിലാണ്. എല്ലാവരും സൂക്ഷിച്ചൊക്കെ പോവുക. ഓക്കെ, നമ്മളിപ്പോൾ പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കുട്ടികൾ നീന്താൻ പോയിട്ട് എന്തോ അമീബ കയറിയിട്ട് ബ്രെയിൻ ഈറ്റിംഗ് ആയിട്ടുള്ള അമീബയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. കുട്ടികളെല്ലാം സൂക്ഷിക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. നീന്തിയില്ലെങ്കിലും വേണ്ടില്ല, ജീവൻ അപകടത്തിലിടരുത്. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ അടുത്ത കോളർ. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? മഞ്ജു. മഞ്ജു എവിടുന്നാ വിളിക്കുന്നേ? പെരിങ്കടാള, അതെവിടെയാ? നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം. ആ, ഓക്കെ ഓക്കെ ഓക്കെ, ശരി. മഞ്ജു എന്താ ചെയ്യണേ? ഹൗസ് വൈഫാണ്. ആഹാ, ഓക്കെ, ഹൗസ് വൈഫാണ്. മനസ്സിലായി. ഓക്കെ, അപ്പോൾ വീട്ടിൽ എന്തൊക്കെയാ ഇന്ന് ഞായറാഴ്ചയായിട്ട് ജോലിയൊക്കെ ഒതുക്കിയോ? വീട്ടിൽ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ, അതോ എല്ലാ ജോലികളും ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? എല്ലാ ജോലിയും ഒറ്റയ്ക്കാണ്. ഞാനും എന്റെ മോനും ഹസ്ബൻഡേ ഉള്ളൂ. അപ്പൊ അവരാരെങ്കിലും സഹായിക്കോ, ഹസ്ബൻഡും മോനും ഒക്കെ? ഇല്ല, ഹസ്ബൻഡ് വർക്ക്ഷോപ്പിട്ടേക്കണേ. അതുകൊണ്ട് സഹായിക്കൂലേ വീട്ടിലെ ജോലിക്ക്? സമയങ്ങളൊക്കെ ഉള്ളൂ. മോൻ സഹായിക്കോ? ഇല്ല, മൂന്നിൽ പഠിക്കണേ. ഓ, മൂന്നിൽ പഠിക്കുന്ന കുട്ടിയെ അധികം സഹായിക്കാൻ പറ്റില്ല. എന്നാലും ഭർത്താവിന്റെ അടുത്ത് സഹായിക്കാനൊക്കെ പറയണം കേട്ടോ. ചെറിയ സമയങ്ങളിൽ സഹായിക്കും. ചെറിയ സഹായിക്കാം, അത് മതി. ഓക്കെ, ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ചേച്ചി. 31. ശരി, 31 സ്വർണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. സ്വർണ്ണമൊക്കെ അടിച്ചിട്ട് വേണം തല ഉയർത്തി പിടിച്ച് ഭർത്താവിനോട് പറയും ഇന്നത്തെ പാത്രം മുഴുവൻ കഴുകി തരുമെന്ന്. ഓക്കെ, അപ്പൊ 31 ഞാൻ തുറക്കാൻ പോവാ, നോക്കിക്കോ. അയ്യോ, അടുത്ത ആഴ്ച പറയാം. ഇത്തവണ സ്വർണ്ണം ഇല്ല കേട്ടോ. സാരമില്ല ചേച്ചി, വീണ്ടും വിളിക്കുക. ഓക്കെ, അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും സംസാരിക്കാം. താങ്ക് യു, ബൈ ബൈ. ഷോ, കഷ്ടമായി പോയി. ഞാൻ ചേച്ചിക്ക് വെറുതെ പ്രതീക്ഷ കൊടുത്ത് തല ഉയർത്തി പിടിച്ച് ഭർത്താവിനോട് പറയാൻ പറ്റുന്നൊക്കെ കഷ്ടം. സാരില്ല, പോട്ടെ. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ. ഹലോ, ടെലിവിഷന്റെ വോളിയം കുറയ്ക്കാമോ? കുറയ്ക്കൂ. ഓക്കെ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഷിജി എവിടുന്നാ വിളിക്കുന്നേ? വളഞ്ഞവട്ടം. ആഹാ, അതെവിടെയാണ് ഈ സ്ഥലം? പരുമല അടുത്ത. അതെവിടെയാണ്? അതും എനിക്കറിയില്ല. തിരുവല്ല പോകുന്ന റൂട്ടാ. അത് ശരി. ഓക്കെ, തിരുവല്ല എന്റെ നാടെന്ന് പറഞ്ഞാൽ എന്റെ അമ്മയുടെ ഒക്കെ നാടാണ്. പക്ഷെ അങ്ങോട്ട് അധികം ഒന്നും വരാറില്ല, അതുകൊണ്ട് എനിക്ക് ആ ഭാഗമൊന്നും അങ്ങനെ അറിയില്ല. ഓക്കെ, എന്ത് ചെയ്യുന്നു ചേച്ചി? ഞാൻ അംഗനവാടി വർക്ക് ചെയ്യുക. ആഹാ, അത് ശരി. അപ്പൊ നിറയെ കുട്ടികളോടൊപ്പമാണ് എപ്പോഴും അല്ലേ? പിന്നെ അടിപൊളി, അത് നല്ല രസല്ലേ പിള്ളേരോടൊപ്പം അല്ലേ? നല്ല രസമാ. ദേഷ്യം വരാറുണ്ടോ ഇടയ്ക്ക് കുട്ടികളോട്? ഇല്ല, നമുക്ക് അങ്ങനെ ദേഷ്യപ്പെടാറില്ല, കാരണം കൊച്ചു കുഞ്ഞുങ്ങളല്ലേ. അതാണ് സത്യം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഒരു സ്വർണം കിട്ടിയ അതിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് കൊണ്ടു കൊടുക്കാം. ഞാൻ നമ്പർ പറയാം. അതെ, ഒരു നമ്പർ പറഞ്ഞോ. 16. 16ന്റെ ഉള്ളിൽ സ്വർണം ഉണ്ടെങ്കിൽ അംഗൻവാടിയിലെ കുട്ടികൾക്ക് സന്തോഷ വാർത്തയായിരിക്കും. നോക്കാം നമുക്ക്. 16 തുറക്കട്ടെ? തുറക്കാൻ പോവാണ്. അംഗൻവാടിയിലെ ആ കുഞ്ഞു കുരുന്നുകളുടെ മുഖം എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അയ്യോ, അത്രയ്ക്ക് അങ്ങോട്ട് വന്നില്ല എന്ന് തോന്നുന്നു. കുഴപ്പമില്ല, സ്വർണം വന്നില്ല. അല്ല, സ്വർണം വെച്ചിട്ടില്ല. കുഴപ്പമില്ല. വീണ്ടും വിളിക്കോ ടീച്ചർ? അപ്പോ താങ്ക് യു, ബൈ. ശരിക്കും കേട്ടോ, ഞാൻ ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയാണ്, എനിക്ക് തിരിച്ചു പോയിട്ട് മറ്റൊരു തൊഴിൽ മേഖല തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ടീച്ചറായേനെ. എനിക്ക് ഇത്ര ഇഷ്ടമുള്ള വേറൊരു ക്രൗഡില്ല. കുട്ടികളോടൊപ്പം ചിലവഴിക്കുന്ന സമയം, അത് എൻ്റെ കുട്ടികളാണെന്നില്ല, ഏത് കുട്ടികളെ കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ ആയി ടെക്നോ പാർക്കിൽ ഇരുന്ന് ജോലി ചെയ്യുകയാണ് ഞാൻ. അടുത്ത ജന്മമെങ്കിലും ഞാനൊരു ടീച്ചറാവും. അംഗൻവാടിയിലെ ആണോ സ്കൂളിലെ ആണോ ഒന്നും എനിക്കറിയില്ല, പക്ഷെ ടീച്ചറാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത കോൾ. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ആരാണ്? പേര് പറയാമോ? രഞ്ജിത്ത്. ടിവിയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊരു സംശയം. പറഞ്ഞോളൂ, ഇപ്പൊ കേൾക്കാം. ഓക്കെ, രഞ്ജിത്ത് എന്താ ചെയ്യുന്നേ? ടൈലർ ഷോപ്പാ. ടൈലർ ഷോപ്പാണോ? ഓക്കെ, എവിടുന്നാ വിളിക്കണേ രഞ്ജിത്ത്? തൃശ്ശൂരിൽ നിന്നാണ്. ഓക്കെ, എന്താണ് രഞ്ജിത്തിന്റെ ഒരു ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ? എന്താ ഈ ടൈലറിംഗ് അല്ലാണ്ട് വേറെ എന്തൊക്കെയാ ഇഷ്ടം? കുക്കിംഗ് ആണ് കൂടുതൽ ഇഷ്ടം. കുക്കിങ്ങോ?
ഒരു വലിയ കൈയടി. കുക്കിംഗ് ഇഷ്ടമുള്ള ഒരു സാധാരണ ഒരു പുരുഷൻ വിളിക്കുന്നുണ്ടല്ലോ. സാധാരണ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പാചകം ചെയ്യുന്ന ഷെഫ്സ് കൂടുതലും പുരുഷന്മാരാണ്. പക്ഷെ ഒരു സാധാരണ ഒരാൾ വിളിച്ചിട്ട് ഇതുപോലെ എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണെന്ന് പറയണ്ടേ, ഭയങ്കര ബഹുമാനം തോന്നുന്നു. അപ്പൊ എങ്ങനെയാ വീട്ടില് ആരൊക്കെയുണ്ട്? അമ്മയുണ്ട്, ഭാര്യയുണ്ട്, ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് വൈഫും 2 പിള്ളേരും മാത്രം. അപ്പൊ വൈഫിനൊക്കെ സഹായിക്കാറുണ്ടാവുമല്ലോ കുക്കിങ്ങിന്? തീർച്ചയായും ഞാൻ വെച്ചോണ്ടിരിക്കുക, ബീഫ് വെച്ചോണ്ടിരിക്കുക. എനിക്ക് വയ്യ. ഞായറാഴ്ച ദിവസം രഞ്ജിത്തിന്റെ വക ബീഫാണ് വീട്ടില് അല്ലെ? അതെ അതെ അതെ. അപ്പൊ ഭാര്യ എന്താ ചെയ്യാ? ഇങ്ങനെ ഇരുന്ന് സ്വർണ്ണമഹലൊക്കെ കണ്ട് കാലൊക്കെ കയറ്റി വെച്ച് കിട്ടുന്ന സ്വർണ്ണമൊക്കെ വാങ്ങി വെക്കും അല്ലെ? ബാക്കിയല്ല സാധനങ്ങളൊക്കെ അരിഞ്ഞൊക്കെ വരുന്ന ആള് ചെയ്യും, ഞാൻ കുക്ക് ചെയ്യും. സൂപ്പർ, അടിപൊളി. എനിക്ക് സന്തോഷമായി. വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണമഹലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോൾ ഇതാണ് കേട്ടോ. ഓക്കെ, വളരെ സന്തോഷം രഞ്ജിത്ത്. 2 പെൺകുട്ടികളാണോ അതോ? അതെ, ഒരാണും ഒരു പെണ്ണും. ഒരാണും ഒരു പെണ്ണും. നല്ലൊരു മാതൃകയാണ്. ഒരു 4ാം ക്ലാസ്. വെരി ഗുഡ്. അവർക്ക് നല്ലൊരു മാതൃകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ രഞ്ജിത്ത് ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 17. ഓക്കെ, 17 ആണ് പറഞ്ഞിരിക്കുന്നത്. 17ന്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കിയേക്കാം. ഓക്കെ, രഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നത് 17 ആണ്. 17നുള്ളിൽ. ദൈവമേ, 17ന്റെ ഉള്ളിലും സ്വർണ്ണം ഇല്ലല്ലോ രഞ്ജിത്ത്. ഓക്കെ, നെക്സ്റ്റ് ടൈം വിളിക്കാം. എന്താണെന്നറിയോ, എനിക്ക് എന്റെ കാരണം അറിയാം. രഞ്ജിത്തിന്റെ മനസ്സിൽ എല്ലാം മുഴുവൻ സ്വർണം ആയതുകൊണ്ട് ഇവിടെ സ്വർണം വേറെ അഡീഷണൽ വേണ്ടല്ലോ എന്നായിരിക്കും. സ്വർണത്തിന്റെ മനസ്സായതുകൊണ്ട് പൊന്നും കൊടുത്തിട്ട് എന്തിനാ പൊട്ട് എന്ന് പറയുന്നത്. ഓക്കെ രഞ്ജിത്ത്, വെറുതെ തമാശ പറയുന്ന കേട്ടോ. എന്തായാലും താങ്ക് യു സോ മച്ച്. അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കാം. ബൈ. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ച രഞ്ജിത്താണ്. രഞ്ജിത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരു മാതൃകയാവണം. പിന്നെ എനിക്കും അറിയാം കേട്ടോ, ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരാൾ ഇതേപോലെ ഞായറാഴ്ച ദിവസം വീട്ടിൽ കയറി അടുക്കള കയറി ജോലി ചെയ്യുക. അങ്ങനെ വേണം പുരുഷന്മാർ, അല്ലാതെ പുരുഷന്മാർ ചുമ്മാ അവരുടെ ജോലി മാത്രം നോക്കിയിട്ടിരിക്കുകയല്ല. സോ വെരി ഗുഡ് രഞ്ജിത്ത്. നമ്മുടെ അടുത്ത കോളർ. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സനൽ. എവിടെ? ഹരിപ്പാട്. ഓക്കെ, എന്ത് ചെയ്യുന്നു സനൽ? ഞാൻ KSEBിലായിരുന്നു, റിട്ടയർഡ് ആയി. ആഹാ, ഓക്കെ. അപ്പൊ ഞാൻ സാറിന് വിളിക്കാം. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് സാർ? സാറിന് വിളിക്കണ്ട, ചേട്ടാന്ന് വിളിച്ചാൽ മതി, അതാണ് എനിക്ക് ഇഷ്ടം. ഓക്കെ, അപ്പൊ ചേട്ടാ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ എനിക്ക് 3 മക്കള്, ട്രിപ്പിൾസാ. പിന്നെ ഭാര്യ. ട്രിപ്ലെറ്റ്സ് ആണ്. 3 എങ്ങനെയാ? 3 പെൺകുട്ടികളാണോ 3 ആൺകുട്ടികളാണോ? ഗൗരി, ഗായത്രി, കൃഷ്ണപ്രസാദ്. ഗൗരി, ഗായത്രി, കൃഷ്ണപ്രസാദ്. 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയോ? അതെ അതെ. ആഹാ, ദൈവം അനുഗ്രഹിച്ചല്ലോ. അതെ അതെ, ശരിക്കും. അപ്പൊ ഇപ്പൊ എത്രയായി അവര്? അവരിപ്പോ 7ാം ക്ലാസ്സിലായതേ ഉള്ളൂ. അതായത് എനിക്കൊരു വലിയ മോൻ ഉണ്ടായിരുന്നു, അവന്റെ 4ാമത്തെ വയസ്സ് മരണപ്പെട്ടു. ഓക്കെ, അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ദൈവം ഞങ്ങൾക്ക് തന്നതായി 3 പേരെ ഒരുമിച്ച്. അയ്യോടാ, ഭയങ്കര സന്തോഷായിരിക്കും അല്ലേ? 3 പേരും കൂടെ അല്ലെ? വീട്ടിലൊരു ബഹളം തന്നെ ആയിരിക്കും അല്ലെ? അടിയും ബഹളവുമാണ്. അടിയും ബഹളമാണ്, കത്തിക്കുത്ത് അല്ലെ? അതെ അതെ. ഓക്കെ, സാരില്ല. ഇനി ഇവര് 3 പേര് 3 വഴിക്ക് പോയി കഴിയുമ്പോ വീട് ഒഴിയും. അപ്പൊ ഇതൊക്കെ ഓർക്കുമ്പോ വിഷമാവും കേട്ടോ. അപ്പൊ ഇതൊക്കെ എൻജോയ് ചെയ്യാ, അതാണ്. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 44 ആണ് പറഞ്ഞിരിക്കുന്നത്. 44 സ്വർണ്ണമുണ്ടോ നോക്കാൻ ചേട്ടാ, നോക്കിക്കോളൂ. ഞാൻ തുറക്കാൻ പോവാണ്. 44. ദൈവമേ, 44ലും സ്വർണ്ണില്ല. സാരമില്ല, വിളിച്ചപ്പോ കിട്ടിയല്ലോ. അതാണ്. പിന്നെ ഭാര്യ അവിടെ എന്തെടുക്കാണ്? ഭാര്യ അടുക്കളയിലായിരുന്നു. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്ന കേട്ടോണ്ട് ഓടി വന്നിട്ടുണ്ട്. സതി എന്നാ പേര്. സതി. ഹലോ സതി ചേച്ചി. ഓക്കെ, അപ്പൊ അടുക്കളയിലെ പണി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പം കുട്ടികൾക്കും ഞങ്ങളുടെ സ്നേഹാന്വേഷണം, അടുക്കളയിലെ ജോലിയൊക്കെ നടക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും വിളിക്കുക. ഓക്കെ, ബൈ. താങ്ക് യു. നമ്മളെ വിളിച്ചത് സനലേട്ടനാണ്. സനലേട്ടൻ പറഞ്ഞ നമ്പറിലും സ്വർണ്ണം ഇല്ല. ഇതെന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഇതുവരെ ഇന്ന് വന്ന ഒരു കോളിനും സ്വർണം കിട്ടിയിട്ടില്ല. ഇറ്റ് ഈസ് നോട്ട് ഓക്കെ. കമോൺ. അപ്പൊ നമ്മുടെ സ്വർണ്ണ നാണയങ്ങളെല്ലാം ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി വിളിക്കുന്ന ആൾക്കാർക്ക് ചറപറാന്ന് കിട്ടട്ടെ. അടുത്ത കോളർ. ഹലോ. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്റെ പേര് ബിൻസിയാ. ബിൻസി. ബിൻസി, ടെലിവിഷന്റെ വോള്യൂം കുറച്ചിട്ട് നമ്മൾ പറയുന്ന ഒന്ന് കേൾക്കാമോ? ഇങ്ങോട്ട് ശ്രദ്ധിക്കാമോ? അല്ലല്ലേ, എനിക്ക് കേൾക്കണല്ലോ. ബിൻസി, ഒന്ന് അവിടെ ടെലിവിഷന്റെ വോള്യൂം കുറയ്ക്കാമോ? കുറച്ചു. ഓക്കെ, ഫൈൻ. ബിൻസി, എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫ് ആണ്.
വീട്ടില് വീട്ടിലാരെ മക്കളൊക്കെ ഉണ്ടോ? ഓക്കെ ഓക്കെ. അപ്പം ബിൻസി ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 42 ആണ് ബിൻസിക്ക് ഇഷ്ടപ്പെട്ട നമ്പർ. ഓക്കെ ബിൻസി, ഇതില് സ്വർണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സന്തോഷിക്കും. എന്തിടും? എന്റെ ദൈവമേ, മാലയും വളയോ? ഒരു സ്വർണം നാണയമാണ് ചേച്ചി കിട്ടാൻ പോകുന്നത് കേട്ടോ. സ്വർണം ഉണ്ടോ നോക്കാം. 42-നുള്ളിൽ ഞാൻ തുറക്കാൻ പോവാണ്, നോക്കിക്കോളൂ. അയ്യോ, മാലയില്ല, വളയില്ല, നാണയവും ഇല്ലാത്ത അവസ്ഥയാണല്ലോ. സാരില്ല, വീണ്ടും വിളിക്കോ? തീർച്ചയായിട്ടും വിളിക്കണം അടുത്ത പ്രാവശ്യം കേട്ടോ. താങ്ക് യു സോ മച്ച്, ബൈ. ഷോ, വെറുതെ ചേച്ചി മാലയും വളയും ഒക്കെ സ്വപ്നം കണ്ട അവസാനം ഒന്നുമില്ല. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര കേട്ടോ, ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, ആകാംക്ഷ വരുന്നു. ഇനി ആർക്കാണ് സ്വർണം കിട്ടാൻ പോകുന്നതെന്നുള്ളത്. ഓക്കെ, നമ്മുടെ അടുത്ത കോളർ റെഡിയാണ്. ആരാണ് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അയ്യോ, എനിക്ക് കേൾക്കുന്നില്ല കേട്ടോ, ഇത്രയും കൂടി ഉറക്കെ പറയാമോ? വിനോദ്. എവിടുന്നാ വിളിക്കുന്നത് വിനോദേ? മൺവിള അല്ലേ? നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിനൊക്കെ അടുത്താണോ? ഞാൻ അവിടെയാ പഠിച്ചത്, എഞ്ചിനീയറിംഗ് കോളേജിൽ. അതുകൊണ്ട് ആ ഭാഗമൊക്കെ എനിക്കറിയാം. ശരി, ഓക്കെ. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ വിനോദ്. 69 ആണോ? 69. ശരി, 69-ൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സ്വർണം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, കാരണം ഇതുവരെ ആർക്കും സ്വർണം കിട്ടിയിട്ടില്ല ഇന്ന്. ഓക്കെ, അപ്പൊ 69 ഞാൻ തുറക്കാൻ പോകുന്നു. അയ്യോ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് വിനോദേ പറയുന്നേ. സ്വർണം ഇല്ല, വീണ്ടും വിളിക്കോ? താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അയ്യോ, അപ്പൊ നമുക്ക് ഇന്ന് ഇതുവരെ സ്വർണം ഒന്നും പോയിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് 11:35 കഴിഞ്ഞു. 11:45 അല്ല 12 കേട്ടോ, എനിക്ക് എപ്പോഴും 11 വേണ്ട. 12:45 വരെയാണ് നമ്മൾ വാട്സാപ്പിലൂടെ മെസ്സേജുകൾ സ്വീകരിക്കുക. നമുക്ക് ധാരാളം മെസ്സേജസ് വരുന്നുണ്ട്. വരുന്നവർ ശ്രദ്ധിക്കുക, അവരുടെ പേര്, സ്ഥലം, ഏത് നമ്പറാണ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം അയക്കാൻ. 12:45 വരെ സമയമുണ്ട്, അത് കഴിഞ്ഞിട്ട് അയച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, ശരി. അപ്പം നമ്മുടെ അടുത്ത കോളർ. ഹലോ ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സൗമ്യ. ഇത്തിരി കൂടി ഉറക്കെ സംസാരിക്കാമോ സൗമ്യ? നമുക്കിവിടെ ഈ പാട്ടും മ്യൂസിക്കും ഒക്കെ ഉള്ളതുകൊണ്ടേ കുറച്ചുകൂടി ഉറക്കെ സംസാരിക്കും കേട്ടോ. ഓക്കെ, സൗമ്യ എവിടുന്നാ വിളിക്കണേ? പാവം സൗമ്യ, എനിക്ക് കരയാൻ തോന്നുന്നുണ്ട് സൗമ്യയുടെ സൗണ്ട് കേട്ടിട്ട്. നോ സൗമ്യ, ഇത് പറ്റില്ല. സൗമ്യ, എന്ത് പറ്റി സൗമ്യ? എന്നോട് പറയൂ, നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം. സൗമ്യ, എന്താ വിഷമം? പറയൂ, എന്നോട് പറയൂ. ഹലോ. ആ സൗമ്യ, നമ്പർ പറഞ്ഞേ. സൗമ്യ, നമ്പർ പറഞ്ഞേ. നമ്പർ 32 ആണോ? ദൈവമേ, 32-ന്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടാവണേ. ഈ കുട്ടിക്ക് 32-ന്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ സന്തോഷം എനിക്കൊന്ന് കാണണം എന്നുണ്ട്. സൗമ്യ, ഒരു നാരങ്ങളൊക്കെ കുടിക്കുക സൗമ്യ. നല്ല ചൂടൊക്കെ അല്ലേ, ഒരു ഉഷാറൊക്കെ വരട്ടെ. 32 ഞാൻ തുറന്നു നോക്കാൻ പോവാണ് കേട്ടോ. വേണ്ടേ? തുറക്കണ്ടേ? എന്തെങ്കിലും പറയണ്ടേ സൗമ്യ? ശരി, 32 തുറക്കാൻ പോവാൻ. നോക്കിക്കോളൂ. എന്റെ ദൈവമേ സൗമ്യ, കൺഗ്രാറ്റുലേഷൻസ്. സൗമ്യ, ഞങ്ങൾക്കൊരു ചെറിയൊരു കണ്ടീഷൻ ഉണ്ട്. ഒന്ന് തുള്ളിച്ചാടി സന്തോഷിക്കാതെ ഞങ്ങൾ സ്വർണം വിട്ടു തരില്ല.
സൗമ്യ, താങ്ക് യു സോ മച്ച്. സ്വർണം കിട്ടുമ്പോൾ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഓക്കെ, ബൈ ബൈ. ഷോ സൗമ്യ പറഞ്ഞ കേട്ടോ, സന്തോഷിച്ചു. പാവ സൗമ്യ. എന്തായാലും ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷമായി. നമ്പർ ഏതായിരുന്നു? നമ്പർ 32-ലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്വർണം വെച്ചിരിക്കുന്നത്. കണ്ടോ, എല്ലാവരും ശരിക്കും കണ്ടല്ലോ അല്ലേ? എന്ത് ഭംഗിയാണ് അത് ഇവിടെ ഇരിക്കുന്നത് കാണാൻ. അങ്ങനെ 32-ൽ സ്വർണം ഉണ്ടായിരുന്നു. അത് നമ്മുടെ സൗമ്യയ്ക്ക് പോയി. നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? വിനീതാണ്. അയ്യോ, എന്താ പേര്? വിനീത്. വിനീത് എവിടുന്ന വിളിക്കുന്നത്? വിനീത് ട്രിവാൻഡ്രത്ത് എവിടുന്നാ? പാങ്ങോട്. മിലിറ്ററി ക്യാമ്പിനൊക്കെ അടുത്ത്? ഹലോ, മിലിറ്ററി ക്യാമ്പിനൊക്കെ അടുത്താണോ? അതെ. ഓക്കെ, വിനീത് എന്ത് ചെയ്യുന്നു? ഡ്രൈവിംഗ് ആണ്. ഓക്കെ, അപ്പൊ വിനീത്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്കും ഞങ്ങളുടെ പുതിയ ലോകത്തിലേക്കും സ്വാഗതം. ഓക്കെ, ശരി. വിനീത് ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. 20. ഓക്കെ, സോ വിനീത് ഇതിന് മുൻപ് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ഫസ്റ്റ് ടൈം ആണ് വിളിക്കുന്നത് അല്ലേ? അതെ. ഫസ്റ്റ് ടൈം വിളിച്ച് കിട്ടിയല്ലോ. നല്ല ഭാഗ്യമല്ലോ. നല്ല ഭാഗ്യമുണ്ട്. ഓക്കെ, അപ്പൊ ആ ഭാഗ്യമൊക്കെ നമുക്ക് ഇപ്പൊ നോക്കാം ഉണ്ടോ ഇല്ലയോന്ന്. ഓക്കെ, 20 ഞാൻ തുറക്കുന്നു. അയ്യോ, അത്രയ്ക്കും ഭാഗ്യമില്ല. എന്നുവെച്ചാ ഇന്ന് ദൈവം അലോട്ടഡ് ആയിട്ടുള്ള ഭാഗ്യം വിളിച്ചു കിട്ടിയപ്പോ തീർന്നു. ഇനിയും ബാക്കി അടുത്ത ആഴ്ചത്തേക്കായിരിക്കും മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അടുത്ത ആഴ്ച വിളിക്കുക വിനീത്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ. ഓക്കെ, നമ്മളെ വിളിച്ച വിനീതാണ്. നല്ല അടിപൊളി കോളർ ആയിരുന്നു കേട്ടോ. നല്ല ക്ലിയർ ആയിരുന്നു, നല്ല എനർജി ഉണ്ടായിരുന്നു. അപ്പൊ വിനീത് അടുത്ത ആഴ്ച വിളിക്കാം. അടുത്ത കോളർ. ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഫുൾ റേഞ്ച് ഔട്ട്. മിനി. ആരാണ്? മിനി. മിനി ആണോ വിളിക്കണേ? മിനി എവിടുന്നാ വിളിക്കണേ? കുന്നംകുളം. എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നേ? ഗാർമെന്റ്സിൽ വർക്ക് ചെയ്യാണ് അല്ലേ? ടെക്സ്റ്റൈൽസ് ഒക്കെ അല്ലേ? ശരി. അപ്പൊ മിനി ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞാട്ടെ. 24. എവിടുന്നാ വിളിക്കണേ? കുന്നംകുളം. സോറി, മറന്നുപോയി. സോറി കേട്ടോ. അപ്പൊ 24 ഞാൻ തുറന്നു നോക്കാൻ പോവാണ്. മിനി, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഹസ്ബൻഡും കുട്ടികളും. കുട്ടികൾ എങ്ങനെയാ? പെൺകുട്ടികളാണോ? 2 പെണ്ണുരാണ്. 2 പെണ്ണും 1 ആണും ആണല്ലേ? ഞാൻ വിളിച്ചിട്ടുണ്ട്, ഇതിന് മുന്നേ വിളിച്ചിട്ടുണ്ട്. എന്നോടാണോ? വിളിച്ചിട്ടുണ്ട്. എന്നോടാണോ സംസാരിച്ചിട്ടുള്ളത്? അതോ ശില്പയോടാണോ? അതെ, എന്നോട് സംസാരിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ തുറന്നു നോക്കാൻ പോവാണ്. സ്വർണ്ണ നാണയം ഒന്നേ ഉണ്ടാവുള്ളല്ലോ. അപ്പൊ ഈ 2 പെൺകുട്ടികളും കൂടെ ബുദ്ധിമുട്ടാവുള്ളൂ. എന്ത് ചെയ്യും? ശരി, അതൊരു പ്രശ്നമൊന്നും അല്ല. ആദ്യം ഉണ്ടോ നോക്കാം. ഓക്കെ, 24-നുള്ളിൽ സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കിക്കോ. അടിച്ചു മോളെ, കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. ഞങ്ങൾ വളരെ കിട്ടി. സന്തോഷമായി. വയ്യ, ഇതാണ് സന്തോഷം. സത്യത്തിന് ഈ സന്തോഷം കാണുമ്പോൾ എനിക്ക് ഒരു സ്വർണ്ണം കൂടി എടുത്ത് തരാൻ തോന്നുന്നുണ്ട്. തരില്ല കേട്ടോ. ശരി, സന്തോഷായില്ലേ? ഞായറാഴ്ച അടിപൊളിയായില്ലേ? അടിപൊളി. പിന്നെ ഒരു കാര്യം കൂടി പറയണ്ടേ? പറഞ്ഞോ. അയ്യോ, അത് കേട്ടില്ലല്ലോ. ഒന്നിട്ട് പറയോ. ഈ റേഞ്ച് ആവശ്യമുള്ള സമയത്തൊന്നും കാണില്ല. ഹലോ, പറയൂ. എന്റെ ഫ്രണ്ട് മിനി അന്വേഷണം പറഞ്ഞിട്ടുണ്ടെന്ന്. ഫ്രണ്ടിന്റെ പേര് മിനി എന്നാണോ? അതെ. അപ്പൊ മിനി ആൻഡ് മിനിയാണ് അല്ലേ? അപ്പൊ എന്റെ അന്വേഷണം, ഞങ്ങളുടെയും പ്രത്യേക അന്വേഷണം ഫ്രണ്ട് മിനിക്കും കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഗാർമെന്റ്സിന്റെ പേര് മിനി ആൻഡ് മിനി ഗാർമെന്റ്സ് എന്നാണോ? അല്ല, ഞങ്ങള് ഫേവറേറ്റ്. നിങ്ങൾ ഫേവറേറ്റ് ഫ്രണ്ട്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? ഫേവറേറ്റ് ഗാർമെന്റ്സ് എന്നാണോ പേര്? അടിപൊളി. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ഫേവറേറ്റ് ആവട്ടെ ആ ഗാർമെന്റ്സ്. എന്തായാലും ഇന്ന് സ്വർണ്ണ നാണയം കിട്ടിക്കഴിഞ്ഞു മിനിക്ക്. ഇനി മിനി തീരുമാനിച്ചോളൂ, മൂത്ത ആൾക്ക് കൊടുക്കണോ രണ്ടാമത്തെ ആൾക്ക് കൊടുക്കണോ, അതൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങളായി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. അടിപൊളി. ഇനി എനിക്ക് സമാധാനമുണ്ട്. നമ്മുടെ മറ്റേ അധിപൻ സിനിമയിലായിട്ട് മോഹൻലാൽ ആരെയും വിളിച്ച് ചീത്ത പറയില്ലേ, എന്നിട്ട്
ഫോൺ വെച്ചിട്ട് പറയല്ലേ ഓ ഓരോരുത്തൻ്റെ തന്തയ്ക്ക് വിളിച്ചപ്പോൾ എന്തൊരു സമാധാനം. പക്ഷേ ഇപ്പം അതൊരു സന്തോഷം നല്ല രീതിയിൽ ഞാൻ പറയടാ. രണ്ടുപേർക്ക് സ്വർണം കൊടുത്തപ്പോൾ എന്തോ ഒരു സമാധാനം എന്ന്. ആദ്യം മുതൽ നോക്കുകയാണ് ആർക്കും കിട്ടുന്നില്ല. അപ്പം അടുപ്പിച്ച് 2 പേർക്ക് സ്വർണം കിട്ടിയിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് സാധ്യതയുണ്ട്. സമയം 12:45 അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് വാട്സാപ്പിൽ ആരും മെസ്സേജ് അയക്കാതിരിക്കുക. 12:45 ആയി. ഇനി നമ്മുടെ പ്രൊഡ്യൂസറിന് 15 മിനിറ്റ്സ് ഇതൊന്ന് ടാലി ചെയ്യാൻ വേണം. ആരാണ് ആദ്യം അയച്ചത്, ഏത് നമ്പർ, പലരും ഒരു നമ്പർ അയച്ചിട്ടുണ്ടോ. അപ്പോൾ ആദ്യം അയച്ചത് അതൊക്കെ നല്ല പണിയുള്ള കേസാണ്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ടൈം കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇനി ആരും മെസ്സേജ് അയക്കാതിരിക്കുക. പക്ഷേ കോളുകൾ ഇനിയും വരാം, കാരണം ഇനി സ്വർണ്ണ നാണയങ്ങളുണ്ട്. ഓക്കെ, അടുത്ത കോളർ. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് സുന്ദരി. ആഹാ, സുന്ദരി സുന്ദരി. ഒന്നൊരുങ്ങി എവിടെങ്കിലും പോകുന്നുണ്ടോ ഞായറാഴ്ചയായിട്ട്? ഞായറാഴ്ചയായിട്ട് ഒന്നൊരുങ്ങി എവിടെങ്കിലും പോകുന്നുണ്ടോ? എങ്ങോട്ടും പോണില്ല. എങ്ങോട്ടും പോണില്ല? എന്നാ പിന്നെ വെറുതെ ഒരുങ്ങി വീട്ടിൽ നിക്കണം. ചുമ്മാ ഒന്ന് ഒരുങ്ങി വീട്ടിൽ നിക്കണം. സുന്ദരി അല്ലേ? അപ്പൊ സുന്ദരി ആവുമ്പോ നമ്മൾ എപ്പോഴും ഒരുങ്ങി വീട്ടിൽ നല്ല സുന്ദരിയായിട്ട് തന്നെ നിക്കണം കേട്ടോ. അത്രേ ഉള്ളൂ. ശരി, ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. നമ്പർ 15. 15. ഓക്കെ, 15ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. 15ന്റെ ഉള്ളിൽ സ്വർണമുണ്ടെങ്കിൽ ഇന്ന് ഉറപ്പായിട്ട് ഒരുങ്ങി എവിടെങ്കിലും പോണം. പോവോ? കിട്ടിയാ പോവല്ലോ. എന്നിട്ട് എന്നെ വിളിച്ചറിയിക്കണം കേട്ടോ. ശരി, അപ്പൊ ഉണ്ടോ നമുക്ക് നോക്കാം. ആദ്യം ഉണ്ടെങ്കിൽ മതി. ദൈവമേ ഉണ്ടാവണേ. 15 സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. സുന്ദരിക്ക് ഒരുങ്ങാൻ ഒരു അവസരം കൊടുക്കണേ. ദൈവമേ, സ്വർണ്ണം അടിച്ചല്ലോ സുന്ദരി. അടിപൊളി സുന്ദരി. പോവും സത്യമായിട്ട് പോവും. ആണോ? എവിടെ പോവും പറഞ്ഞ? എവിടെ പോവും? അടുത്തുള്ള ക്ഷേത്രത്തിൽ പോണോ? അമ്പലത്തിൽ പോവും. അതാണ് എനിക്ക് തന്ന വാക്കാണ്. വാക്ക് പാലിക്കണം കേട്ടോ. പാലിക്കും. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. കയ്യിലെ സ്വർണം കിട്ടിയിട്ട് വിളിച്ചറിയിക്കണം കേട്ടോ. നാളെ സ്വർണം കിട്ടുമെന്ന് വിചാരിക്കരുത്. ഞങ്ങൾ എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും അയക്കുക. അപ്പം കുറച്ച് ദിവസത്തെ കാലതാമസം വരും. പക്ഷെ കിട്ടുമ്പോ ഉടനെ വിളിച്ചറിയിക്കുക കേട്ടോ. ഓക്കെ സുന്ദരി, ടാറ്റാ, ബൈ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ആദ്യം കുറേ പേർക്ക് കിട്ടിയില്ല. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത കോളർ. ഹലോ ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് നിഷ. എന്താ പേര്? നിഷ. നിഷ എവിടുന്നാ വിളിക്കുന്നേ? ചങ്ങനാശ്ശേരി, കോട്ടയം ജില്ല. ആഹാ, നല്ല ശബ്ദമാണല്ലോ നിഷ. എന്ത് ചെയ്യുന്നു നിഷ? ഞാൻ അഗ്രി CRP ആയിട്ട് മാടപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നു. ആഹാ, ഓക്കെ, ശരി. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? നല്ല ഇഷ്ടപ്പെട്ട ജോലിയാണോ? അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പം എങ്ങനെയാ, വെള്ളിയാഴ്ച വരെ ഉള്ളോ അതോ ശനിയാഴ്ച ഉണ്ടോ? ഞങ്ങൾക്ക് മാസത്തിൽ 20 ദിവസം പോയാൽ മതി. ഓ, മാസത്തിൽ 20 ദിവസം പോയാൽ മതി അല്ലേ? നല്ല ജോലി. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഹസ്ബൻഡ്, 2 മക്കൾ, അമ്മ. ഓക്കെ, ഗുഡ്. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞാട്ടെ. 47. 47. ഓക്കെ, 47ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അയ്യോ, വിളിച്ച ആളുടെ പേര് നിഷ. എന്താ പേരെന്ന് പറഞ്ഞേ? നിഷ. ഓക്കെ, അപ്പൊ 47 ഞാൻ തുറന്നു നോക്കാൻ പോവാണ്. നിഷ റെഡി അല്ലേ? കണ്ടല്ലോ അല്ലേ നിഷ? 3 പേർക്ക് അടുപ്പിച്ച് സ്വർണം കിട്ടി. കണ്ടതല്ലേ? അതാണ്. ഓക്കെ, അപ്പൊ ഇത്തവണ ഉണ്ടോ നമുക്ക് നോക്കാം. 47ന്റെ ഉള്ളിൽ. അയ്യോ, എന്താ നിഷ ഇത്? അതാണ്. സാരല്ലേ, അപ്പൊ വീണ്ടും വിളിക്കണം അടുത്ത ആഴ്ച. ഇനിയിപ്പോ നമുക്ക് സമയം അടുത്ത ആഴ്ച വിളിക്കൂ കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, നമ്മളെ നിഷയാണ് വിളിച്ചത്. നിഷയ്ക്ക് സ്വർണം കിട്ടിയില്ല. പക്ഷെ എന്നാൽ എനിക്ക് 3 പേർക്ക് അടുപ്പിച്ച് സ്വർണം കിട്ടിയ ഒരു സന്തോഷത്തിലാണ്. എനിക്ക് സന്തോഷം അങ്ങോട്ട് വിട്ടു മാറുന്നില്ല. ഐ എം സോ ഹാപ്പി. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത കോളർ. ഹലോ ആരാണ്? അമ്മിണി. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. അതെ, ഓക്കെ. അപ്പൊ അമ്മിണി എവിടുന്നാ വിളിക്കണേ? നല്ല സ്ഥലല്ലേ ഒറ്റപ്പാലം? സിനിമക്കാരുടെ പ്രിയപ്പെട്ട സ്ഥലാണ് അല്ലേ? ഷൂട്ടിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടോ അവിടെ? ധാരാളം ഉണ്ടാവും അല്ലേ? അതാണ്. ഓക്കെ, ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ അമ്മിണി ചേച്ചി. 32 എടുത്തോളൂ അല്ലേ? 32ന്റെ ഉള്ളിൽ സ്വർണം. 32 ഓൾറെഡി എടുത്തൂലോ.
32 പോയ നമ്പർ. ആഹാ, ഉള്ളിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു, നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അയ്യോ അയ്യോ, കുറച്ച് മുമ്പേ വിളിച്ച് 32 പറഞ്ഞുകൂടായിരുന്നോ? അത് എടുത്തില്ല സാറേ, അവരെടുത്തില്ല, അതുകൊണ്ടാ. ആ, സാരില്ല. വേറെ നമ്പർ പറയൂ. 52. 52 അല്ലേ? ആ, 52 സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. 52 ഉണ്ടോ നമുക്ക് നോക്കാം. 52 നമ്മുടെ അമ്മണി ചേച്ചിയെ കാത്ത് സ്വർണ്ണം ഇല്ലല്ലോ ചേച്ചിയെ. ആ, വിഷമായി. കൊറേ ആയി വിളിക്കണോ. എപ്പോഴെങ്കിലും തരൂ എനിക്ക് സ്വർണം അല്ലേ? സാരില്ലേ, ഇപ്പൊ വിളിച്ചു കിട്ടിയില്ലേ? ആ, ഇതിനു മുൻപ് വിളിച്ചിട്ടുണ്ടോ? കിട്ടുന്നില്ല അല്ലേ? സാരില്ല. അതെ, ധാരാളം ആൾക്കാർ വിളിക്കുന്നോണ്ടേ ചിലപ്പോ ലൈൻ ഇങ്ങനെ സ്റ്റക്ക് ആയി പോകും, അതുകൊണ്ടായിരിക്കും കേട്ടോ. പക്ഷെ ഇപ്പൊ വിളിച്ചു കിട്ടിയില്ലേ? ആ, ഇപ്പൊ വിളിച്ചു കിട്ടിയില്ലേ? അതേപോലെ എപ്പോഴെങ്കിലും കിട്ടും, ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, ബൈ ബൈ. അങ്ങനെ ആ ചേച്ചിക്കും സ്വർണം കിട്ടിയിട്ടില്ല. നമ്മുടെ അടുത്ത കോളർക്ക് കിട്ടുമോ നോക്കാം. ഹലോ ഹലോ കേക്കാവോ? ആ, ഇപ്പൊ കേക്കാം. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് അനീഷ. അനീഷ. ഓക്കെ, അനീഷോ? ഞാൻ എന്റെ ബ്രദറിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ആ, ഓക്കെ, ബ്രദറിന്റെ. അപ്പൊ ബ്രദറിന്റെ പേരാണോ അനീഷ്? അനീഷ്. ബ്രദറിന്റെ പേരാണോ അനീഷ് എന്നാണ്? ദാഹിഷോ? അനീഷ്. ഓക്കെ, അനീഷ്. ഓക്കെ, സംസാരിക്കുന്ന ആളുടെ പേരെന്താ? പ്രമീല. ഓക്കെ, അപ്പൊ പ്രമീല ആൻഡ് അനീഷ്, വെൽക്കം ടു പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. ഓക്കെ, താങ്ക് യു. ആൻഡ് പ്ലീസ് ടെലിവിഷനിൽ ശ്രദ്ധിക്കാതെ വോളിയം കുറച്ച് ഫോണിലൂടെ മാത്രം സംസാരിക്കുക. ഒരു കൂട്ടുകാരിയോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുക. ഓക്കെ, ഓൺ ദി ഫോൺ. ശരി. ഓക്കെ, സോ ഹൗ ആർ യു? എവിടുന്നാ വിളിക്കുന്നേ? കോട്ടയത്തുനിന്നാ വിളിക്കുന്നത്. ആ, കോട്ടയത്ത് നിന്നാ വിളിക്കുന്നത് അല്ലേ? ആ, ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ പ്രമീല. 46 ആണ് ഇഷ്ടപ്പെട്ട നമ്പർ. ഓക്കെ, 46 ആരാ തിരഞ്ഞെടുത്ത? ആരാ പറഞ്ഞേ? അനീഷാണോ പറഞ്ഞേ? അതെ. ആഹാ, അപ്പൊ അനീഷോട് ഞങ്ങളോട് സംസാരിക്കാൻ പറയൂ. അനീഷ് പറഞ്ഞാൽ അത്ര ക്ലിയർ അല്ല, ഒരിക്കൽ കണ്ടീഷൻ ഉള്ള കാരണമാണ് ഞാൻ സംസാരിക്കുന്നത്. ഓ, നോ പ്രോബ്ലം. 46 ആണ് പറഞ്ഞത്. ഞാൻ തുറക്കാൻ പോവാണ്. അനീഷ് പറഞ്ഞ 46ന്റെ ഉള്ളിൽ എന്റെ ദൈവമേ സ്വർണ്ണം ഉണ്ട് പ്രമീല. കൺഗ്രാറ്റുലേഷൻസ്. അതെ അനീഷ്, ഒരുപാട് നാളായി നിങ്ങളുടെ ഈ പ്രോഗ്രാമിൽ വിളിക്കാൻ തുടങ്ങി, ഒരിക്കലും കിട്ടിയില്ല. ഇന്നൊരു റിക്വസ്റ്റ് ചെയ്താ എനിക്ക്. അനീഷ് ഒരു ഡിസേബിൾഡ് പേഴ്സൺ ആണ്. അനീഷാണോ? അപ്പൊ ഞാൻ അത് അനീഷ് ഡയാലിസിസ് ആഴ്ചയിൽ 3 ദിവസം പോകുന്ന ഒരാളാണ്. അയ്യോ, ഓക്കെ. അപ്പൊ ഇതൊരു വളരെ എനിക്ക് ചെയ്തു കൊടുക്കാവുന്ന വളരെ ഒരു ബ്രദറിന്. യെസ് പ്രമീല, ശരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ ഈ സ്വർണം കിട്ടിയതിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം പ്രമീലയുടെ ബ്രദർ അനീഷിനെ കിട്ടിയതിലാണ്. ഓക്കെ, ഇങ്ങനെ ഒരു സഹോദരി ഉള്ളത് തന്നെയാണ് അനീഷിന്റെ ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത്. ഓക്കെ പ്രമീല. ശരി, താങ്ക് യു പ്രമീല. ഡോണ്ട് ബി ഇമോഷണൽ. ഓക്കെ, റിലാക്സ്. ഓക്കെ, ആൻഡ് ഓൾ ദി ബെസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. സന്തോഷിക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു എപ്പിസോഡായിരുന്നു. അർഹതപ്പെട്ട ഒരാൾക്കും കൂടി കിട്ടി. എല്ലാവരും അർഹതപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സാപ്പിനകത്ത് നമുക്ക് മെസ്സേജ് വന്നത് ആർക്കൊക്കെയാണ് നമുക്ക് നോക്കാം. അതിന് മുൻപ് ഞാൻ വെള്ളം കുടിച്ചിട്ടേ ഇല്ല, 1 മണിക്കൂറായിട്ട്. ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വരാം. ലെറ്റ്സ് ടേക്ക് എ ക്വിക്ക് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ
എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ സമയം കഴിയാറായി, പക്ഷെ എന്നാലും നമുക്ക് ഒരു കോളും കൂടിയുണ്ട്. ആരാണ് നോക്കാം. ഹലോ, കലാദേവി, തൃശൂർ. തൃശ്ശൂരിന് ഏതാ പേര് കിട്ടിയില്ല. കലാദേവി. കലാമേരി. കലാദേവി. സോറി, കലാമേരി, കലാദേവി. ഓക്കെ, അപ്പൊ പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം കലാദേവി. എങ്ങനെയാണ് കലാദേവി, എന്തെങ്കിലുമൊക്കെ കലയുണ്ടോ? സംഗീതം, നൃത്തം, അല്ലെങ്കിൽ എല്ലാം ഉണ്ട് ആണോ? എന്താ ചെയ്യണേ? ഞാന് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. എവിടെയാണ്? ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലാരൊക്കെയുണ്ട് കലാദേവി? വീട്ടിലെ ഹസ്ബൻഡ് ശശിധരൻ. ഓക്കെ, അപ്പൊ കലാദേവി ഒരു പാട്ട് പാടിത്തരുമോ? പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കോ. ഓമനത്തിങ്കൾ കിടാവോ പാടി പാടി ഞാൻ നിന്നെയുറക്കാം. സ്വപ്നത്തിലെന്നുണ്ണി പുഞ്ചിരിക്കും അമ്മ ദുഃഖങ്ങളെല്ലാം മറന്നിരിക്കും. ഓമനത്തിങ്കൾ കിടാവോ പാടി പാടി ഞാൻ നിന്നെയുറക്കാം. ഹലോ, അടിപൊളി കലാദേവി. ശരിക്കും ഭഗവാൻ നന്നായി അനുഗ്രഹിച്ചിട്ടുണ്ട്. കലാദേവി എന്ന് പേരിട്ടത് നല്ല ഉചിതമായ പേരാണ് കേട്ടോ. ഓക്കെ, അപ്പൊ കലാദേവി ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 56. ഓക്കെ, 56 സ്വർണ്ണ നാണയം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 56 ഞാൻ തുറക്കാൻ പോവാണ്. അയ്യോ കലാദേവി, കിട്ടിയല്ലോ, അത് തന്നെയാണ്. അപ്പൊ കല വീണ്ടും വിളിക്കോ? താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് കലാദേവി. ബൈ ബൈ. ഓക്കെ, അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. നമുക്ക് ഇന്ന് വാട്സാപ്പിൽ വന്നിരിക്കുന്ന എല്ലാം ഈ ഓൾറെഡി തിരഞ്ഞെടുത്തിരിക്കുന്ന നമ്പേഴ്സ് തന്നെയാണ്. ഇതല്ലാതെ പുതിയതായിട്ട് വേറെ സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ആ നമ്പർ ആരും പറഞ്ഞിട്ടില്ല. എല്ലാം ഈ തുറന്ന നമ്പേഴ്സ്, കോളേഴ്സ് വിളിച്ച നമ്പർ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഒരു സ്വർണ്ണമല്ലേ അതിലുള്ളൂ, അപ്പോൾ അത് നമുക്കിനി കൊടുക്കാൻ മാർഗ്ഗമില്ല. അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി, വിളിച്ചവർക്ക് എല്ലാവർക്കും നന്ദി. അടുത്ത ആഴ്ച വീണ്ടും വിളിക്കാം. ഇന്നത്തെ എപ്പിസോഡോടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കൈ നിറയെ സ്വർണ്ണവുമായി, നിങ്ങൾക്ക് തരാൻ മനസ്സ് നിറയെ സ്നേഹവുമായി വീണ്ടും എത്തും. അതുവരെ ദിസ് ഇസ് ദീപ സൈനിങ് ഓഫ് ഫ്രം പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. ചാവ്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.